ഗോപാല, ഗോപാല, അല്ല ഇതാര് ബാബുവോ? നീ ഇവിടെ? ആ, വീട്ടിലെ സംഭവങ്ങളൊക്കെ അറിഞ്ഞിരിക്കുമല്ലോ. ഒരു കരിയേപ്പിലായി കഴിയുന്ന ഭേദം നാട് വിടുന്നതാണ് നല്ലതെന്ന് തോന്നി. ഒറ്റ തടിയല്ലേ, ഇറങ്ങി തിരിച്ചു. എന്നിട്ട് ഇവിടെ വന്നു. നമ്മുടെ ലഘുവൃന്ദവാദ്യത്തിന് ഒരു മാർക്കറ്റ് കിട്ടുമോന്ന് അറിയാൻ വേണ്ടി എല്ലാ മ്യൂസിക് ഡയറക്ടർമാരെയും പടിവാതിൽ കയറി ഇറങ്ങി. എന്നിട്ട് ഫലം നാസ്തി. ഇപ്പൊ എന്ത് ചെയ്യുന്നു? കയ്യിലെ കാശ് തീർന്നു. പിച്ചെടുക്കാൻ അറിഞ്ഞൂടാ. തളർന്ന് വീഴുന്നത് വരെ വായിക്കാമെന്ന് കരുതുന്നു. മഠേ, ജീവിക്കാൻ മാർഗമൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. വാ, നീ ധൈര്യമായിട്ട് വാടാ. കുഞ്ഞിന് തലയിൽ വച്ച് കിട്ടുന്ന വടയാണെന്ന് തോന്നുന്നു. ഇത് വടിയല്ല, പഴുവല്ല, ട്രാൻസിസ്റ്റർ റേഡിയോ. നോക്കണേ, പണ്ടൊക്കെ പാട്ട് നീളത്തിലായിരുന്നു, ഇപ്പം വട്ടത്തിലായി. മനുഷ്യന്റെ പോലെ കണ്ടുപിടുത്തത്. നിങ്ങൾ ആരാ? എന്റെ ഒരു സ്നേഹിതനാ, ഒരു പാട്ടുകാരനും കൂടിയാ. ആഹാ, അതാണോ പ്രവേശം തന്നെ പാട്ടിലായത്? പാട്ടുകാരനെന്ന് പറഞ്ഞാലേ വെറും വായ്പാട്ടുകാരനല്ല. പിന്നെ ഈ പ്രദേശത്തൊന്നും വലിയ പ്രചാരമില്ലാത്ത ഒരു വാദ്യം ഇഷ്ടന്റെ കയ്യിലുണ്ട്. എവിടെ എന്റെ ഓർക്കസ്ട്ര? അയ്യോ അയ്യോ അയ്യോ, നിർത്ത് നിർത്ത് നിർത്ത്. ഇയാൾ എന്തിനോട് കൂട്ടിക്കൊണ്ടുവന്നു? ഇയാൾ വെറും പാട്ടുകാരൻ മാത്രമല്ല, ഇയാളുടെ സ്ഥിരം ലാവണം ബ്ലാക്ക് മാർക്കറ്റോ? ബ്ലാക്ക് മാർക്കറ്റ് അല്ല, ബ്ലാക്ക് സ്മിത്ത്, അതായത് കൊല്ലൻ. ഇവിടെ എന്താ ഒരു ബഹളം കേട്ടത്? മമ്മി മമ്മി, ഇയാള് മോർസിംഗ് വായിച്ചാണ് മമ്മി. ഇയാൾ എന്റെ ഒരു നാട്ടുകാരനാണ്, ഒരു പഴയ സുഹൃത്തും. പണി അന്വേഷിച്ച് മദ്രാസിൽ വന്നതാ. ഇന്ന് വഴിക്ക് വെച്ച് കണ്ടു, ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നു. അതിനിവിടെ എന്ത് പണിയിരിക്കുന്നു? ഏത് ഡിസൈൻ വരച്ചു കൊടുത്താലും അതുപോലെ ലോഹത്തിൽ കൊത്തിയെടുക്കും. കൊത്തിയെടുക്കലും സംഗീതവും മാത്രമല്ല, എനിക്ക് ലഘുവൃന്ദവാദ്യത്തിലും നല്ല വാസനയുണ്ട്. കുഞ്ഞിന് ഡാൻസ് അറിയാമല്ലോ, ഞാൻ കൂടെ ചേർന്ന് കൊള്ളാം ഓർക്കസ്ട്ര പാർട്ടിയിൽ. അതിനിവിടെ ആളുണ്ട്. ഏത് ചിത്രം കണ്ടാലും അതുപോലെ ബ്ലോക്ക് കുത്തിയെടുക്കും. ഒരു സ്റ്റാമ്പ് തന്നെ ഏൽപ്പിച്ചാട്ടെ, ഞാൻ അച്ചസ്പടിയെ ശങ്കാശകലമായിട്ട് അതിന്റെ ബ്ലോക്ക് കുത്തിയെടുത്തങ്ങ് തരാനേ. ബാബു, നമ്മുടെ പുസ്തകങ്ങളുടെ കവർ പേജ് ബ്ലോക്ക് കുത്തിയെടുക്കാൻ ഇയാളെ കൊള്ളാമോ നോക്കാം. അത് ഉദ്ദേശിച്ച് ഞാൻ വിളിച്ചോണ്ട് വന്നെ. വെരി ഗുഡ്. എന്നാൽ ഇന്നു മുതൽ ഇയാൾ ബാബുവിന്റെ കൂടെ താമസിക്കട്ടെ. ഹലോ, മര്യാദക്ക് ജോലി ചെയ്ത് ജീവിക്കും. ജീവിക്കാൻ നിർത്തില്ല. അപ്പോഴാണ് ലഘുവൃന്ദവാദ്യ ഘോഷം. ഈ സാധനം ഉണ്ടല്ലോ, അത് പെട്ടിക്കകത്തുനിന്ന് പുറത്തെടുക്കുന്നത് ഈ പടി കിടന്നിട്ട്. ഇല്ലെങ്കിലേ തെരുവുന്നുള്ള നൗണി അടിച്ചോണ്ട് നടക്കാം. വാ. 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3. നിർത്തിയിരിക്കുകയായിരുന്നു കുഞ്ഞെ. എനിക്ക് ഈ ഡാൻസിന്റെ ആ ചുവടുവയ്പും ചെല്ലും എല്ലാം കൂടെ കേൾക്കുമ്പോ അറിയാതെ ചുണ്ടും വെള്ളമൊക്കെ അനങ്ങി പോവുക. ചേട്ടനെ ഡാൻസ് അറിയാവോ? അത്ര ശാസ്ത്രീയമായിട്ടൊന്നും അറിഞ്ഞൂടാ, എന്നാലും വേണ്ടി വന്നാ ചെയ്യാം. ചേട്ടനെ കൂടെ എന്റെ ഡാൻസ് പാർട്ടിയിൽ ഉൾപ്പെടുത്തിട്ടെ. ഞാനടി മിസ്റ്റർ ഗോപാൽ, നാളെ നമ്മുടെ കമ്പനിയുടെ ആനിവേഴ്സറി ആണ്. മറ്റ് ബ്രാഞ്ചിലുള്ള എല്ലാ പ്രവർത്തകരെയും വിളിച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണോ പരിപാടികൾ? എ ഗ്രാൻഡ് വെഡ് പാർട്ടി ആൻഡ് റാണിയുടെയും പാർട്ടിയുടെയും വെസ്റ്റേൺ ഡാൻസ്.
വക്കീലത്തിന് എങ്ങനെ ഇരിക്കുന്നു മോളെ? ഇന്നല്പം കുറവുണ്ടപ്പച്ച. മോൾ എപ്പോഴും അപ്പന്റെ അടുത്ത് തന്നെ ഇരിക്കണം. അദ്ദേഹം എന്തെല്ലാം ചെയ്താലും മോടപ്പനല്ലേ. ഞാൻ അടുത്ത് നിന്ന് മാറാറേ ഇല്ല. ഇന്നിവിടെ ചെലവിന് വേണ്ടിയതെല്ലാം ഉണ്ടോന്ന് അറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇന്നത്തേക്ക് എല്ലാം ഉണ്ട് മോൾ. ഇതാ ഇതിരിക്കട്ടെ. നാളെ രാവിലെ എനിക്ക് ഇങ്ങോട്ട് വരാൻ ഒത്തില്ലെങ്കിലോ? ഞാൻ ഇന്ന് രാവിലെ പോസ്റ്റ് ഓഫീസിൽ പോയിരുന്നു. ബാബുവിന്റെ എഴുത്തന്വേഷിച്ചു. അപ്പച്ചൻ എന്തിനാണ് എന്നും ഇങ്ങനെ പോസ്റ്റ് ഓഫീസിൽ പോകുന്നത്? ബാബു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ ഇങ്ങോട്ട് വരും. കഷ്ടകാലം പിടിച്ചവന്റെ തലയിൽ കാരാവ കടിച്ചു എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ അത് അനുഭവത്തിലുമായി. ഏതായാലും ഒരു കണക്കിന് നന്നായി. കുറെ നാൾ മനസ്സമാധാനമായിട്ട് കഴിയാൻ. എന്നാലും എന്റെ ബാബു, ഇത്രയും നാള് നമ്മൾ ആ സ്ത്രീയുടെ വീട്ടിൽ താമസിച്ചിട്ടും അവിടെ ഈ കള്ളനോട്ടടിയാ നടക്കുന്നത് നമ്മൾ അറിഞ്ഞില്ല. എത്ര വിദഗ്ധമായിട്ടാ ഈ നോട്ട് ആ പുസ്തകത്തിനകത്ത് കയറ്റി ആ വ്യവസായം നടത്തിക്കൊണ്ടിരുന്നത്. മനസ്സറിഞ്ഞല്ലെങ്കിലും നമ്മളും കേസിൽ കുടുങ്ങിയില്ലേ? ആ ഇനി ഒരു 5-6 കൊല്ലം ഇവിടെ കിടക്കാം. എവിടുന്ന് കിട്ടി? ദേഹപരിശോധന കഴിഞ്ഞില്ലേ നിങ്ങൾ അകത്ത് വിട്ടത്? ഇതെങ്ങനെ കടത്തി? വളരെ പാടുപെട്ടാ ഇത് കടത്തിയത്. ഇവിടെ വായിക്കാൻ പറ്റില്ല.